അങ്ങനെ നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി ആരംഭിക്കുന്നത്, വേദവ്യാസ മഹർഷി തന്നെ രചിച്ച ഒരു കൃതിയുണ്ട്, അതിന് ബ്രഹ്മസൂത്രം എന്ന് പേര്. എന്താണ് ബ്രഹ്മസൂത്രം? ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ മന്ത്രമാണ് ജന്മാദ്യസ്യ. ആ ഒരു വരി എടുത്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവത രചന ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം അത് മനഃപ്പാഠം പഠിക്കണം. കാരണം 18,000 ശ്ലോകത്തിൻ്റെ മുഴുവൻ എസൻസ്, സന്ദേശം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. പ്രഥമ ശ്ലോകത്തിന് ധ്യാന ശ്ലോകം എന്ന് പറയും, മംഗളശ്ലോകം എന്ന് പറയും. ഈ ധ്യാന ശ്ലോകം നമുക്ക് ഒരു വ്യക്തത തരികയാണ്. എന്താണ് വ്യക്തത? ജീവിതം എന്തിനാണ്? ജീവിതം എന്ത് നേടാനാണ്? എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നേടേണ്ടത്? നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശ്യം എന്താണ്? മനുഷ്യൻ എന്തിനാ ജനിച്ചത്? ഈ വ്യക്തത നമുക്കില്ല. നമ്മളൊക്കെ പറയും നമ്മൾ എന്തിനാ ജനിച്ചത്? പ്രാരബ്ധം തീർക്കാൻ. സത്യത്തിൽ ജീവിതത്തെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസത്തിനുണ്ടോ ജീവിതത്തെക്കുറിച്ച് അറിവ്? ഉണ്ടോ? അവർക്ക് പറയൂ. നിങ്ങൾ നോക്കൂ, ഡാർവിൻ്റെ തിയറി പഠിപ്പിക്കുന്നു, എവല്യൂഷൻ തിയറി പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം തന്നെ വ്യക്തമാണല്ലോ, നേരത്തെ ഉള്ളതാണല്ലോ ഇവോൾവ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ടും മ്യൂട്ടേഷൻ സംഭവിച്ചും പലതരത്തിൽ ഇവിടെ മാറുന്നത്. അപ്പോൾ ഇവിടെ ഒരു എവല്യൂഷനിലൂടെയാണ് എല്ലാം വന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഡാർവിൻ തന്നെ തെളിയിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. ഡാർവിൻ്റെ തിയറി അതിലൊരുപാട് അപാകതകളുണ്ട്. കാരണം സയൻസാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സയൻസ് അല്ലാത്തതും പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോട്ടോപ്ലാസം എന്നൊക്കെ ഒരു പ്രക്രിയ ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് ജീവൻ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നു എന്ന് ഇതുവരെ തെളിയിക്കാൻ സയൻസിന് പറ്റിയില്ല. ജീവൻ പ്രകൃതിയിൽ, അതായത് ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ജീവൻ ഉണ്ടാവുക എന്നതാണ് പ്രോട്ടോപ്ലാസം. ഇന്നുവരെ അങ്ങനെ ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും അവർക്ക് പറയൂ ജീവൻ ഉണ്ടായിട്ടില്ല. അത് തന്നെ തെറ്റാണ് ഡാർവിൻ പറയുന്നത്. നിൽക്കട്ടെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അമീബയിൽ നിന്ന് തുടങ്ങിയ എവല്യൂഷൻ നമ്മൾ പഠിപ്പിക്കില്ലേ? പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നില്ലേ? പറയൂ. അപ്പം ഈ പരിണാമത്തിലൂടെയാണ് വന്നതെങ്കിൽ മുൻപുള്ള അവസ്ഥ നശിക്കാത്തത് കൊണ്ടല്ലേ പിന്നീടൊരവസ്ഥയിലേക്ക് മാറുന്നത്? കൂടെ വരണം എന്നാലേ മനസ്സിലാവുള്ളൂ. മുൻപുള്ള ഒരവസ്ഥ നശിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഒരവസ്ഥ വരില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ ഒരു അമീബ കൊണ്ട് തീർന്നിരുന്നെങ്കിൽ അടുത്ത അമീബയിൽ നിന്ന് വേറൊന്നും ഉണ്ടാവില്ല. അപ്പം അമീബയിലുള്ള DNA, അമീബയിലുള്ള എസൻസ്, അമീബയിലുള്ള ജീവൻ നശിക്കാത്തത് കൊണ്ടല്ലേ വേറൊന്നായി പരിണാമം സംഭവിച്ചത്. ആണോ? അതെങ്കിലും സമ്മതിക്കാമല്ലോ. അല്ലാതെ തെറ്റല്ലല്ലോ. കാരണം എവല്യൂഷൻ വരികയാണെങ്കിൽ, പരിണാമം സംഭവിക്കുകയാണെങ്കിൽ ഈ പരിണാമത്തിന് വിധേയമാകുന്ന DNA, പരിണാമത്തിന് വിധേയമാകുന്ന ജീവൻ അവിടെ എന്നും ഉണ്ടാവണം. അത് നശിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ എന്ത് പരിണാമമാണുള്ളത്? പിന്നെ പരിണാമമല്ലല്ലോ, പുതിയതല്ലേ ഉണ്ടാവുന്നത്. പഴയ അവസ്ഥ നശിച്ചിട്ട് പുതിയതൊന്നും ഉണ്ടാവുകയാണെങ്കിൽ പരിണാമം എന്ന് വിളിക്കാൻ പറ്റുമോ? പരിണാമം സംഭവിക്കും. നമുക്ക് പാലിൽ തൈര് ഒഴിച്ചപ്പോഴാണ്, ഒഴിച്ചപ്പോഴാണ് അത് തൈരായത്. അത് തൈരായി നമ്മൾ കടയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ വരുന്നു. ഈ വെണ്ണ പാലിലുള്ളത് തന്നെയല്ലേ? ആണോ? ആ പാല് പൂർണ്ണമായി ഇല്ലാത്തൊരു പാലിൽ, വെള്ളത്തിൽ നിങ്ങൾ ഒഴിച്ചാൽ വെണ്ണ വരുമോ? ഇതുപോലെ ഇവിടെ പരിണാമം സംഭവിക്കുന്നുവെങ്കിൽ മുൻപുള്ള ആ അവസ്ഥകൾ നശിക്കാതെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പിന്നീട് പരിണാമം സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അന്നത്തെ DNA നശിക്കുന്നില്ല എങ്കിൽ, ജീവൻ നശിക്കുന്നില്ല എങ്കിൽ ഇന്നുള്ള ജീവനും എന്തുണ്ടാവരുത്? നാശമുണ്ടാവരുത്. പരിണാമം തുടർച്ചയുണ്ടാവണം. വേണ്ടേ?
മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഡാർവിൻ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യൻ്റെ അടുത്ത പരിണാമത്തെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച ശാസ്ത്രജ്ഞനാണ് ഡാർവിൻ ജോസഫ്. അപ്പം മനുഷ്യൻ ഇനിയും പരിണാമമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരാരാന്നറിയോ? ശരിക്കും ഭാരത ഋഷിവര്യന്മാരാണ്. ആരാണ്? ഭാരതത്തിലെ ഋഷിവര്യന്മാരാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശ്യമുണ്ട്, പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങോട്ട് വന്നതല്ല. ആ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശ്യം മനസ്സിലായാൽ, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നരകവും ദുരിതവും ദുഃഖവും അനുഭവിക്കില്ല. പിന്നെ ആരാത്മഹത്യ ചെയ്യാൻ പോവും? ആർക്ക് നിങ്ങളെ തളർത്താൻ പറ്റും? ആർക്ക് നിങ്ങളുടെ ജീവിതം തകർക്കാൻ പറ്റും? മനസ്സിലായില്ലേ? ഇത് മനസ്സിലാവണം, ക്ലിയർ ആവണം. ഇത് മനസ്സിലാക്കി തരുന്ന ശ്ലോകമാണ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ ശ്ലോകം. അതുകൊണ്ട് എല്ലാവരും പുസ്തകങ്ങൾ ഓരോന്ന് വായിക്കുക. പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകം വ്യാസഭഗവാൻ ആരംഭിക്കുന്നു, ഇതേ അർത്ഥം വെച്ചുകൊണ്ട് ഉപസംഹരിപ്പിക്കുന്നു. ഭാഗവതത്തിൻ്റെ തുടക്കവും അവസാനവും നോക്കിക്കഴിഞ്ഞാൽ ഈ സത്യം പരം ധീമഹി എന്ന വാക്ക് നിങ്ങൾക്ക് കാണാം. അതായത് ആരംഭം തന്നെയാണ് എവിടെയും കൊണ്ടെത്തിക്കുന്നത്, അവസാനവും കൊണ്ടെത്തിക്കുന്നത്. അതായത് ആരംഭത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവസാനവും പറയാനുള്ളത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ബാക്കി എല്ലാ ശ്ലോകങ്ങളും വ്യാസഭഗവാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ആ ശ്ലോകം നമുക്കൊന്ന് കാണാം. ജന്മാദ്യസ്യ യതോന്വയാദിതരത ച അർത്ഥേഷ വിജ്ഞസ്വരാട് തേനേ, ചൊല്ലു, എല്ലാവരും ചൊല്ലു, ബുക്കുള്ളവരൊക്കെ. തേനേ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തിയൽ സൂരയാ തേജോ വാരിമതാമിതാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. എല്ലാവരും ഒന്ന് പറയൂ, സത്യം പരം ധീമഹി. പറയൂ, പരം ധീമഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊന്ന് തിരിച്ചു വായിക്കണം. പരം സത്യം ധീമഹി, അങ്ങനെയാണത് വായിക്കേണ്ടത്. പ്രോസിൽ വായിക്കുമ്പോൾ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു, അറിയുന്നു. അപ്പം ധ്യാനിക്കണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അറിഞ്ഞാലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പം പരമസത്യത്തെ അറിയുക, പരമസത്യത്തെ ധ്യാനിക്കുക, പരമസത്യത്തെ അനുഭവിക്കുക, പരമസത്യത്തിലേക്ക് ഉയരുക. അപ്പം സത്യം പരം ധീമഹി. എന്താണ് പരമസത്യം? അപ്പം ഇവിടെ തുടങ്ങുന്ന ജന്മാദി അസ്യ, അസ്യ ജന്മാദി. വളരെ ശ്രദ്ധിക്കണം. ജന്മാദി, ഭാഗവതം തുടങ്ങുന്നത് എങ്ങനെയാണ്? ജന്മം. ഈ വാക്കുകളൊക്കെ നിങ്ങൾ വായിച്ചു പോകരുത്, ഒന്നവിടെ നിർത്തി ശ്രദ്ധിക്കണം. ജന്മം എന്ന് പറയുമ്പോൾ, ജനിക്കുക എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ ഡാർവിൻ്റെ കാര്യം പറഞ്ഞു. ഇതിന് പറയും എക്സിസ്റ്റൻസിൽ നിന്നേ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. ഫിസിക്സിൻ്റെ തിയറിയാണ്. എക്സിസ്റ്റൻസിൽ നിന്നേ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അതായത് ഒരു സത്തിൽ നിന്നേ ഒരു സത്യമുണ്ടാവുള്ളൂ. ഒരു എസൻസിൽ നിന്നേ ഒരു വിപുലീകരണം ഉണ്ടാവും. അപ്പോൾ ഒരു സത്തുണ്ടെങ്കിലേ ആ സത്തിന് പ്രകടമാവാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിന് ഉണ്ടാവാൻ കൂടെ വന്നില്ല. ഇല്ലാത്ത ഒന്നിനൊരിക്കലും ഉണ്ടാവാൻ, ഉറക്കെ പറയൂ, സാധ്യമല്ല. നിങ്ങൾ കൂടെ വരണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇല്ലാത്ത ഒന്നിനൊരിക്കലും ഉണ്ടാവാൻ സാധ്യമല്ല. അപ്പം ഇവിടെ എന്തുണ്ടോ അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ജന്മം എന്ന വാക്കിന് എന്താണ് അർത്ഥം? പഠിക്കണം നിങ്ങൾ. വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരാ ജന്മം ജന്മം എന്ന്. എന്തോ ഒരു ജന്മം, ദുരിതം ജന്മം, നശിച്ച ജന്മം എന്നൊക്കെ വെറുതെ പ്രാകും ചിലർ, ഇല്ലേ? പറയാറില്ലേ? എന്താ ജന്മം എന്നുള്ള വാക്കിന് അർത്ഥം? നമ്മൾ പഠിക്കുന്നില്ല.
ജന്മം എന്ന വാക്കിന് എന്താ അർത്ഥം? ജനിക്കുക എന്നാണ് പൊതുവേ നമ്മൾ അർത്ഥം പറയുക, അല്ലേ? ജനിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ? ആണോ? ജന്മം എന്നതിന് അർത്ഥം ജ എന്ന സംസ്കൃത അക്ഷരത്തിന് പ്രകടമാവുക എന്നാണ്, വികസിക്കുക എന്നാണ് ശരിക്കും അർത്ഥം. എന്താണ്? വികസിക്കുക. ഇപ്പൊ ജനിക്കുക എന്ന് പറഞ്ഞാൽ വികസിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ജനിക്കുക, ജീവിക്കുക എന്നൊക്കെയാണ് അർത്ഥം എടുക്കുന്നെങ്കിലും അതിൻ്റെ ട്രൂ മീനിങ്, അതിൻ്റെ സയൻറ്റിഫിക് മീനിങ്, സാൻസ്ക്രിറ്റിൻ്റെ മീനിങ്, സൈക്കോളജിക്കൽ മീനിങ് വികസിക്കുക, വിശാലമാവുക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പറയുന്ന വാക്കിന് ശരിയാണ്. ഒരു ബീജവും അണ്ടവുമായി ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണ സാധനം പിന്നീട് അങ്ങനെ അവിടെ നിന്ന് എന്താ ഉണ്ടായത്? വികസിച്ച് 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 ഒരു കുഞ്ഞായി, പിന്നെ അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്ത് വന്ന് പാല് കുടിച്ചത് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണോ അതോ വികസിച്ചു കൊണ്ടിരിക്കുകയാണോ? ഉറക്കെ പറയൂ. അപ്പൊ ജ എന്ന വാക്കിന് വികസിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വികാസമുണ്ടാവണമെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ, ആ വികസിക്കാനുള്ള ഒരു എസൻസ് നേരത്തെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം നമ്മളിൽ ഉണ്ടാവണം, എവിടെ നിന്നാണ് ജനിച്ചു വന്നത്? ഏതൊരു എസൻസിൽ നിന്നാണ്, ഏതൊരു സത്തിൽ നിന്നാണ്? കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുണ്ടോ? ഇത് ചോദിക്കണ്ടേ? വികസിക്കുക. ഇപ്പം നമ്മൾ ഒരു വസ്തുവിനെ വികസിപ്പിക്കണമെങ്കിൽ, ഇപ്പം നിങ്ങൾ പൂരി നല്ലവണ്ണം, അതായത് പൂരിക്ക് വേണ്ടി മാവൊക്കെ കുടച്ച് നിങ്ങൾ അതെടുത്ത്, അല്ലെങ്കിൽ പപ്പടം നിങ്ങൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു, അപ്പം അതെന്ത് ചെയ്യും? വികസിക്കുകയാണ്. വികസിക്കുന്ന ആരെയും പറയുമോ? പൊള്ളയ്ക്കുന്നല്ലേ പറയുക, അല്ലേ? അതങ്ങോട്ട് നല്ല പൊള്ള വയ്ക്കും, അല്ലേ? അതങ്ങോട്ട് വീർത്ത് വരും. അപ്പം അങ്ങനെ ഒരു പപ്പടം നമ്മൾ വെളിച്ചെണ്ണയിലിടുമ്പോൾ അത് വികസിക്കുന്ന പോലെ, അതിന് വികസിക്കണമെങ്കിൽ, അതിന് എന്താണ് പൊള്ളയ്ക്കണമെങ്കിൽ ഒരു പപ്പടം വേണ്ടേ? വേണോ വേണ്ടയോ? ഇതുപോലെ എന്താണ് നമ്മളിൽ വികസിക്കുന്നത്? ഇതെവിടെ നിന്നാണ് വന്നത്? എന്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്? എവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും, കൂടെ വരുന്നില്ല, എവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്? നമ്മളിപ്പോൾ കരുതിയിരിക്കുന്നത് അമ്മയിൽ നിന്ന് വന്നു, അച്ഛനിലൂടെ അമ്മയിലൂടെ വന്നു, അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആണോ? ആണോ? പക്ഷെ പുറകോട്ട് വീണ്ടും പോയ ചോദ്യങ്ങളില്ല. കാരണം ഈ ബീജത്തിലും അണ്ടത്തിലും ഞാനെന്നൊരു വ്യക്തി ഉണ്ടാവണം, വേണ്ടേ? വേണോ വേണ്ടയോ? ഈ ജീവൻ ഉണ്ടാവണം. അപ്പം എവിടെ നിന്നാണ് ഞാൻ വന്നത്? ഇതെങ്ങനെ അറിയാൻ പറ്റും? അന്നത്തെ കാലത്തെ സയൻസ് നോക്കൂ നിങ്ങൾ, ഇന്നും ഫിസിക്സ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് പറയാ അന്വയ വ്യതിരേകം. അന്വയിപ്പിക്കുക, വ്യതിരേകം ചെയ്യുക. വ്യതിരേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സയൻറ്റിഫിക് ഭാഷയിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു മാറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഒരാറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇലക്ട്രോണിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അത് ഏതിൽ നിന്നാണ് വന്നതെന്ന് പറയൂ, കണ്ടുപിടിക്കുക. സയൻസിൻ്റെ പ്രത്യേകത അതാണ്. ഒരു ഇല, അതിലെ സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്ത് അതിലെ സെല്ലുകളെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുക അത് എവിടെ നിന്നാണ്. ഉറക്കെ പറയൂ. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം വന്നു, ബയോപ്സി എടുത്തു. ഈ ബയോപ്സി ചെയ്യുന്നത് എന്താ ചെയ്യണത്? കൂടുതൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് ഒരു സെല്ലിന് ഇൻഫെക്ഷൻ വന്നതെന്ന്, എന്ത് ഇൻഫെക്ഷനാണ്, എന്ത് ബാക്ടീരിയയാണ്, എന്ത് അണുക്കളാണ്, എന്ത് വൈറസാണ് അവിടെ പിടികൂടിയതെന്ന് അവർക്ക് പറയൂ, കണ്ടെത്തുക. അപ്പം ഇന്നും സയൻസ് ഉപയോഗിക്കുന്ന വാക്കാണത്. സ്പ്ലിറ്റ് എന്ന് അവരുപയോഗിക്കണം. എന്താണ്? അതിന് വ്യാസഭഗവാൻ ഉപയോഗിച്ച വാക്കാണ് വ്യതിരേകം. ഇനി എന്ത് ചെയ്യണം? അന്വയിപ്പിക്കണം. അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചേർത്ത് നോക്കണം. അപ്പം മനസ്സിലാവും ഇതേതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിലായി. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട് ജീവിതത്തിന്. ലൈഫ് ഹാസ് ടു പാർട്ട്.
ലൈഫിന് 2 ഭാഗമുണ്ട്. ലൈഫിന് എത്ര ഭാഗമുണ്ട്? ഇപ്പം നിങ്ങളെന്ന വ്യക്തിയിൽ 2 ഭാഗമുണ്ട്. നിങ്ങളൊരു അർദ്ധനാരീശ്വരനാണ്. ആരാണ് നിങ്ങൾ? അർദ്ധനാരീശ്വര ചിത്രം കണ്ടിട്ടില്ലേ? എന്നെങ്കിലും മനസ്സിൽ ചോദ്യം വന്നിട്ടുണ്ടോ? പകുതി ആണും പകുതി പെണ്ണുമായിട്ട് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ? അങ്ങനെ ഒരാൾ പെരുമ്പാവൂർ ടൗണിൽ കൂടെ നടക്കുകയാണെങ്കിൽ, പകുതി ആണും അങ്ങനെ ഒരാൾ നടക്കുകയാണെങ്കിൽ നിങ്ങളെങ്ങനെയാണ് കാണുക? റൂട്ടിൽ നമസ്കരിക്കുമോ? ഓ, സാക്ഷാൽ അർദ്ധനാരീശ്വര ഭഗവാൻ, അങ്ങനെ കാണുമോ? ഇല്ല. അങ്ങനെ ഒരാൾ ഉണ്ടാവുമോ? സ്വഭാവത്തിലുണ്ടാവും. അത് സ്വഭാവത്തിലുണ്ടാവും. നമ്മളൊക്കെ പറയാറുണ്ട് ആണും പെണ്ണും കെട്ടവൻ ഇല്ലേ? ആണിൻ്റെ രൂപമുണ്ട്, സ്വഭാവം മുഴുവൻ പെണ്ണിൻ്റെ ആയിട്ടുള്ളവരുണ്ട്, അർദ്ധനാരീശ്വരന്മാരുണ്ട്. ചിലവരാണെങ്കിൽ പെണ്ണിൻ്റെ രൂപമാണെങ്കിൽ കയ്യിലിരിപ്പ് മുഴുവൻ ആണിൻ്റെയാണ്. അങ്ങനെയുള്ളവരും ഇല്ലേ? ഒന്നും മിണ്ടാത്ത നിങ്ങൾ ഉണ്ടോന്നോ? ഇവിടെ തന്നെ എത്ര പേരുണ്ടാവും? അപ്പോൾ ആണും പെണ്ണും കെട്ടവരും ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആരാണ് ഈ അർദ്ധനാരീശ്വരൻ? പഠിക്കണം. ഇതിനെയാണ് പറയുക പ്രകൃതി പുരുഷൻ. എന്താ പറയുക? അല്ലെങ്കിൽ നിരീക്ഷകനും നിരീക്ഷണവും. എന്താണ്? നിരീക്ഷകനും പറയുക വാക്കൊന്ന്. നിരീക്ഷകനും നിരീക്ഷണവും. അപ്പം എന്താണ് നിരീക്ഷണം? ഞാനും നിങ്ങളും ശരീരത്തെ കാണുന്നു. നമ്മുടെ ശരീരം നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാണുന്നുണ്ട്. കാണുന്നതൊരു ബോധമനസ്സാണ്. കാണുന്നത് ബോധമനസ്സാണ്. ബോധമനസ്സല്ലേ നിരീക്ഷകൻ? കൂടെ വരണം, മനസ്സിലാക്കണം. ആണോ? ഞാൻ മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളിലെ നിരീക്ഷകൻ കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളിലെ കാണുന്നവൻ ഉറങ്ങുമ്പോൾ പിന്നെ കാഴ്ചയുണ്ടോ? നിങ്ങളാണും പെണ്ണും ഒന്നുമല്ല ആ സമയത്ത്. കാരണം നിങ്ങൾ ഗാഢ നിദ്രയിലാണ്. അപ്പം നിങ്ങളിലൊരു നിരീക്ഷകനുണ്ട്. അത് ബോധ മനസ്സാണ്, അല്ലേ? ബോധ മനസ്സല്ലേ അത്? കൂടെ വരണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആണോ? എന്നാൽ നിരീക്ഷിക്കപ്പെടുന്നതോ, നിരീക്ഷണമോ നമ്മുടെ ശരീരമാണ്. ഏതാണ്? ഈ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇതിന് നിലനിൽക്കാൻ, അതാണ് അന്വയിപ്പിക്കുക. ഇതിന് നിലനിൽക്കാൻ എന്തൊക്കെ വേണം? ശ്വസിക്കാൻ വായു വേണം. ഭക്ഷണമൊക്കെ ദഹിക്കണമെങ്കിൽ ചൂട് വേണം. രക്തം കട്ട പിടിക്കാതെ ഒഴുകണമെങ്കിൽ ബ്ലഡിന് ചൂട് വേണം. വേണോ? വേണ്ട? വേണം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വായുവുണ്ട്, ഇതിൽ ജലമുണ്ട്. ഇനി നമ്മൾ ആഹാരമായി കഴിക്കുന്നതൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പലതുമാണ്. അത് സത്യത്തിൽ നമ്മൾ ആഹാരം എന്ന് വിളിക്കുന്നുവെങ്കിലും ഈ ശരീരത്തിന് ആവശ്യമായ കെമിക്കൽസാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, പല കെമിക്കൽ അതല്ലേ ഉള്ളത്. കാർബോഹൈഡ്രേറ്റ് എന്നുള്ള വാക്ക് കേട്ടില്ലേ? മെഗ്നീഷ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ കേട്ടില്ലേ? പറയൂ. ഉപ്പൊക്കെ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഡിയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആണോ? ഓരോ സാധനങ്ങളും നമ്മൾ ചേർക്കുന്നത് ഈ ശരീരത്തിന് ആവശ്യമായ കെമിക്കൽസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആണോ അല്ലയോ? ഋഷിവര്യന്മാർക്ക് മനസ്സിലായി ഈ ശരീരം എന്നത് ഒറ്റ വാക്കിൽ അവരതിനെ ഡിഫൈൻ ചെയ്തു. പഞ്ചഭൂതാത്മകം ദേഹം. ഒരു സയൻസും ഇത്രമാത്രം ഡെപ്തിൽ പോയിട്ടുണ്ടാവില്ല. എന്താണ് ശരീരം? പഞ്ചഭൂതാത്മകം ദേഹം. പറയൂ. പഞ്ചഭൂതാത്മകം ദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഞ്ചഭൂതങ്ങളാൽ നിലനിൽക്കുന്നതാണ് ഈ ശരീരം. അതുകൊണ്ട് ഇതിനെ നിലനിർത്തുന്നതും പഞ്ചഭൂതമാണ്. ഇനി തിരിച്ചു പോകുന്നതും ഏതിലേക്കാണ്?
ആരാ പഞ്ചഭൂതം? ആരൊക്കെയാണ് പഞ്ചഭൂതം? പഞ്ചഭൂതങ്ങൾ ആരൊക്കെയാണ്? ഏതൊക്കെയാണ്? വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയൊന്നല്ല ഭൂതങ്ങൾ. ആരാ പഞ്ചഭൂതങ്ങൾ? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഇതിൻ്റെ പേരാണ്. ഇത് തന്നെയാണ് ഐൻസ്റ്റീനും പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഈ 5 മാനിഫെസ്റ്റേഷനേ ഉള്ളൂ. അതാണ് സ്പേസ് എനർജി. മനസ്സിലായില്ല? ഏറ്റവും സൂക്ഷ്മമായ സ്പേസ് എനർജി, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത സ്പേസ് എനർജിയാണ്. പിന്നെ അതിൽ നിന്ന് അതിൻ്റെ വൈബ്രേഷൻ വരുന്നു. വായു നമ്മൾ വിളിക്കുന്നു. അതിലുള്ള ഫ്രിക്ഷൻസിനെ അവർ ഹീറ്റ് എന്ന് പറയുന്നു, നമ്മൾ അഗ്നി എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ലിക്വിഡിനെ അവർ ലിക്വിഡ് എന്ന് പറയുന്നു, നമ്മളതിനെ വെള്ളം എന്ന് വിളിക്കുന്നു. അതിലുള്ള കെമിക്കൽസ്, അതിലെ മോളിക്യൂൾസൊക്കെ മാറി കെമിക്കൽ ഒന്നിച്ചു ചേർന്ന് അപ്പം അവരതിനെ സോളിഡ് എന്ന് വിളിക്കുന്നു, നമ്മളതിനെ ഭൂമി എന്ന് വിളിക്കുന്നു. അപ്പം പ്രപഞ്ചം ഈ 5 രൂപത്തിലേ നിൽക്കുള്ളൂ. ഒന്നുകിൽ അത് സ്പേസ് എനർജി ആയിട്ട്, അല്ലെങ്കിൽ അതൊരു വൈബ്രേഷനായിട്ട്, അല്ലെങ്കിൽ അത് ഹീറ്റായിട്ട്, ഗ്യാസായിട്ട്, അല്ലെങ്കിൽ അത് ലിക്വിഡായിട്ട്, അല്ലെങ്കിൽ സോളിഡായിട്ട്. ഇതല്ലാതെ പ്രപഞ്ചത്തിന് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഋഷിവര്യന്മാർ അതിന് വിളിച്ച പേരാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. അപ്പം ഈ ശരീരം എന്താണ്? പഞ്ചഭൂതാത്മകം ദേഹം. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും വ്യത്യാസമൊന്നും. പണ്ടൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തറയിൽ കടത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴാണ് ഈ ഫ്രീസറൊക്കെ വന്ന് അതിൻ്റെ അകത്തിടാൻ തുടങ്ങിയത്, അല്ലേ? ഇപ്പം നമ്മളൊക്കെ ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രിഡ്ജിലുള്ളത് കഴിച്ചപ്പം ഫ്രിഡ്ജ് ശപിച്ചു, ചത്താ നീയും കിടക്കും അതിലെന്ന്. ഇപ്പം ഫ്രിഡ്ജ് നമ്മളോട് പറഞ്ഞു, നീ ചത്തു കഴിഞ്ഞാൽ, പണ്ട് ദശരഥന് ശാപം കൊടുത്ത പോലെയാണ്, പുത്രദുഃഖത്താൽ നീ മരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ, മരിച്ചു കഴിഞ്ഞാൽ നീയും ഫ്രിഡ്ജിൽ കിടക്കണമെന്ന്. ഇപ്പം ഫ്രീസറിൽ കിടന്നിട്ടാണ് ഇപ്പം കൊണ്ടുപോകുന്നത്, അല്ലേ? പണ്ടൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്തു ചെയ്യും? തറയിൽ കിടത്തും. അത് കഴിഞ്ഞാൽ കുളിപ്പിക്കും, അത് കഴിഞ്ഞാൽ ചിതയിൽ വെക്കും. അങ്ങനെയല്ലേ ചടങ്ങ്? ആണോ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നേരെ അങ്ങോട്ട് കത്തിച്ചാൽ പോരെ? ഇതൊരു സമർപ്പണമാണ്. ഭൂമിയിൽ നിന്നും കഴിച്ച ആഹാരം എടുത്ത ഈ ശരീരത്തെ തിരിച്ച് ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ജലത്താൽ നിലനിന്ന ഈ ശരീരത്തെ ജലത്തിലേക്ക് സമർപ്പിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ അഗ്നിയാൽ നിലനിന്ന ഈ ശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. ഒക്കെ സമർപ്പണമാണ്. എന്തിനാ സമർപ്പിക്കുന്നത്? ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്. ഇതൊരു ചക്രമാണ്. ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു അവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ കത്തിക്കഴിഞ്ഞാൽ തീർന്നു എന്ന്. കത്തിക്കഴിഞ്ഞാൽ തീരൊന്നുമില്ല. വീണ്ടും നിങ്ങൾ ജീവിക്കുകയാണ് പലരിലൂടെയും, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമോ? ഈ ശരീരം മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുമോ? ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ ശരീരം വീണ്ടും ജീവിക്കുമോ? ഉണ്ടില്ല എന്നോ? സമയമില്ല. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ആത്മാവിന് വിടും. ഞാൻ ആത്മാവിലേക്കൊന്നും കടന്നില്ലല്ലോ. ഞാൻ ശരീരത്തിൻ്റെ കാര്യത്തിലല്ലേ ചോദിച്ചത്. ശരീരം കത്തിച്ചാമ്പലായി വെണ്ണീറായി ചമഞ്ഞിടിലാം, നന്നല്ല ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു, ബന്ധം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം മാഡ്യോഹം നരേന്ദ്രോഹം ആമ്രേഡിതം കലർന്നീടും ദശാന്തരേ എന്ന് രാമായണത്തിൽ ശ്രീരാമസ്വാമി ലക്ഷ്മണൻ ഉപദേശം കൊടുക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. കേട്ടിട്ടുണ്ടോ? ഈ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഇത് ലക്ഷ്മണോപദേശത്തിലെ വരികളാണ്. അപ്പോൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കത്തിച്ചാമ്പലാക്കിയാൽ ഇത് വീണ്ടും ജീവിക്കും. നിങ്ങൾ നോക്കൂ, ഈ മരിച്ച ആളുടെ ശരീരം കത്തിച്ചടത്ത് ഒരു വാഴ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ തെങ്ങ് കുഴിച്ചിട്ടു. ആ അസ്ഥിയൊക്കെ പൊടിഞ്ഞ് തെങ്ങിന് വളമാവോ? നിങ്ങളെല്ലാ അസ്ഥിയും പെറുക്കിയിട്ട് ഒഴുക്കാൻ കൊണ്ടുപോകുമോ?
ഒരു ചടങ്ങിന് ഇത്തിരിയല്ലേ കൊണ്ടുപോകുള്ളൂ. ബാക്കിയെല്ലാം മണ്ണിക്കിടന്ന് അത് തെങ്ങിന് വളമാവോ? നമുക്കുണ്ടല്ലോ ഇന്ന് എല്ലുപൊടി എന്നൊരു വളം ഉണ്ടല്ലോ, അല്ലേ? ആ എല്ലുപൊടി വളമാക്കാൻ പറ്റുന്നതുകൊണ്ടല്ലേ, എല്ല് വളമാവുന്നത് കൊണ്ടല്ലേ എല്ലുപൊടി വളം വരുന്നത്. മനുഷ്യ ശരീരത്തിലെ എല്ലുകളും എന്താവും? വളമാവും. അപ്പോൾ അച്ഛൻ മരിച്ച അച്ഛൻ്റെ ശരീരം ദഹിപ്പിച്ചടത്തൊരു തെങ്ങ്, അവിടെ തെങ്ങ് തൈ കുഴിച്ചിട്ടാൽ അത് വളരും തോറും ആ എല്ലുപൊടിയൊക്കെ ആ തെങ്ങിന് വളമാവും. അപ്പം ഇപ്പം അച്ഛൻ എവിടെയുണ്ട്? എന്തോന്നും മിണ്ടാത്തത്? തെങ്ങിലില്ല പറയാൻ പറ്റുമോ? ശാസ്ത്രീയമായിട്ടില്ല പറയാൻ പറ്റുമോ? കൂടെ വരണം. ഉണ്ടോ? തെങ്ങിലുണ്ടോ? ഉണ്ട്. അപ്പം പൂർണ്ണമായി ഇല്ലാതെയായിട്ടുണ്ടോ? ഇല്ല. ഇനി തെങ്ങ് കൊലച്ചു, ഇളനീരായി, മൂത്ത് തേങ്ങയായി. അച്ഛൻ എവിടെയുണ്ട്? തേങ്ങയിലുണ്ട്. അല്ല, ഞാൻ ചിരിപ്പിക്കുകയില്ല, വാസ്തവല്ലേ ഇത്? വാസ്തവല്ലേ? അല്ലേ? ഞാൻ നിങ്ങളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയല്ല. അത് ആ തേങ്ങ വലിച്ച് പൊളിച്ച് അത് പൊട്ടിച്ച് ചിരകി ചമ്മന്തി ഉണ്ടാക്കി അടിച്ചു വിട്ടു. അച്ഛൻ എവിടെയുണ്ട്? സ്വാഹ. ഞാൻ ചിരിപ്പിക്കില്ല, വാസ്തവല്ലേ? ഇല്ലാതായിട്ടുണ്ടോ? ഇല്ലാതാവുന്നുണ്ടോ? ആ കഴിച്ച ആഹാരമല്ലേ നമ്മുടെ സെല്ലുകളായി മാറുന്നത്? നിങ്ങളുടെ ബ്ലഡ് സെല്ലുകളും നിങ്ങളുടെ ശരീരത്തിൻ്റെ സെല്ലുകളും കഴിച്ച ആഹാരമല്ലേ? ആണോ? അച്ഛൻ എവിടെയുണ്ട്? എവിടെയുണ്ട്? നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആരും ഇല്ലാതാവുകയില്ല. ഇതെല്ലാം ഒരു ചക്രമാണ്. നമുക്ക് അത്ഭുതം വരും. ഒരുപക്ഷെ ഡാർവിനാണ് കണ്ടുപിടിച്ചത്, ലൈഫ് ഈസ് നോട്ട് എ സിംഗിൾ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ്സ് എ വീൽ. നിങ്ങൾ ബയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ലൈഫ് വീല് കണ്ടിട്ടുണ്ടാവും. ഒന്നിൽ നിന്ന് മറ്റൊന്ന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അല്ലേ? കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഗീതയിലെ 3-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം എടുത്തു നോക്കൂ. നിങ്ങൾ ഡാർവിൻ ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ എഴുതി വച്ചിരിക്കുകയാണ്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായൂരിന്ദ്രിയാ രാമ മോഹം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം. ജീവിതമൊരു ചക്രമാണ്. അതുകൊണ്ട് ഈ ചക്രത്തെ ഉൾക്കൊണ്ട് ജീവിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരം എന്ന് പറയുന്നത് കാലചക്രത്തിൽപ്പെട്ടതാണ്. ഏത് ചക്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലം. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പഠിക്കണം നമ്മൾ. കാലം എന്ന് പറയുന്നത് ഇന്നും സയൻസിന് വ്യക്തതയില്ലാത്തൊരു വിഷയമാണ് ടൈം. ടൈം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഏറെ റിസർച്ച് ചെയ്ത ഒരാളാണ്, ഏറെ പഠിച്ച ഒരാളാണ്. ശരീരമൊക്കെ തളർന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ടൈമിനെ കുറിച്ചുള്ളൊരു പുസ്തകം. പക്ഷെ ഇവരൊക്കെ ടൈമിനെ കാണുന്നത് മെഷർമെൻ്റായിട്ടാണ്, അളവായിട്ടാണ്. ഇവരെന്തിനെ കാണുന്നത്? കാലം എന്നാൽ അളക്കം. ഇപ്പം നോക്കൂ, സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിക്കുന്നു. ഇതുപോലെ ബിഗ് ബാങ്കിന് മുമ്പ്, ആഫ്റ്റർ ബിഗ് ബാങ്ക്. ഇങ്ങനെ ഇവർ കാലത്തെ മെഷർമെൻ്റ്, ഒരു മാത്തമെറ്റിക്സ് ആയിട്ടാണ് അവർ കാണുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഒരു മാത്സ് ആണ്, ടൈം എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റാണ്. എന്നാൽ ഭാരതീയർക്ക് ടൈം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്നത്, ഈ വാക്ക് മറക്കരുത്, കാലം എന്ന് പറയുന്നത് എന്താണ്? പലവർക്കും പറയാൻ പറ്റുമോ? കാലം എന്താണ്? വികാസ സങ്കോചമാണ് കാലം. എക്സ്പാൻഷൻ ആൻഡ് റിവേർഷൻ. എക്സ്പാൻഡ് ചെയ്യുക, അതിനെ റിവേർട്ട് ചെയ്യുക.
അതിനെ കോൺട്രാക്സ്റ്റ് ചെയ്യുക. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് കാലമാണ്, കാലചക്രമാണ്. കാലചക്രം എന്ന് പറഞ്ഞാൽ വികാസ സങ്കോചമാണ്. എന്താണ് വികാസ സങ്കോചം? പുതിയ സംയോഗ വിയോഗം എന്ന് പറയുന്നതിന് എന്താണ് സംയോഗ വിയോഗം. ഇത്രയെങ്കിലും പഠിച്ചാൽ മതി. വികസിക്കുക, സങ്കോചിക്കുക. നിങ്ങളുടെ ശരീരം നോക്കൂ. നിങ്ങൾ ജനിച്ചന്ന് മുതൽ എന്ത് ചെയ്യണു? അത് നിങ്ങൾ സ്വയം നോക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വികസിച്ച് വരികയാണ്. കുറേ കഴിഞ്ഞാൽ കാലം എന്ത് ചെയ്യും? അതിനെ സങ്കോചിപ്പിച്ച് 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 ഏതൊരു പഞ്ചഭൂതത്തിൽ നിന്നാണോ വന്നത് അതിലേക്കത് തിരിച്ചു കൊണ്ടുപോകും. കാലം അതല്ലേ ചെയ്യുന്നത്? ആണോ? ഇന്ന് ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞെടുത്ത് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഭൂമിക്കും ഒരു മരണമുണ്ട്, സൂര്യനും മരണമുണ്ട്. എന്താണ് അതിൻ്റെ മരണം? ഭൂമിയും അല്പാൽപ്പം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്പേസ് എക്സ്പാൻഡ്. ഫിസിക്സ് പഠിപ്പിക്കുന്ന കാര്യമാണ് പറയണത്. സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ വികസിച്ച് അവിടെ കൊണ്ട് ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് നിൽക്കുമ്പോൾ പിന്നെന്താ അടുത്തത്? അത് സങ്കോചിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ബിഗ് ക്രഷ്, ഒരു ബിഗ് ക്രഞ്ച് ഉണ്ട്. ഈ ഭൂമി ഒരു ദിവസം ഡിസപ്പിയർ ചെയ്യും. ഈ ഭൂമി ഒരു ദിവസം ബ്ലാക്ക് ഹോളിലേക്ക് ഡിസപ്പിയർ ചെയ്യുന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഭൂമി ഇല്ലാതെയാവല്ല. അപ്പോഴേക്കും ഈ ഭൂമിയിലുള്ളതെല്ലാം വേറൊരു, ഇവിടുത്തെ ലൈഫെല്ലാം മറ്റൊരു, ഇവിടെ ഒരു യൂണിവേഴ്സ് അല്ല ഉള്ളത്, നിരവധി യൂണിവേഴ്സുകളുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ യൂണിവേഴ്സാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു സൂര്യനും ഗ്രഹങ്ങളും ഉള്ളതുപോലെ വേറെയും സൂര്യനും പറയൂ ഗ്രഹങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു യൂണിവേഴ്സ് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളത്. ഇതുപോലെ നിരവധി യൂണിവേഴ്സുകളുണ്ട്. ഇപ്പം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു അതൊക്കെ. അയ്യപ്പസ്വാമിയുടെ നാമം വിളിക്കുമ്പോൾ, നമ്മൾ ശരണം വിളിക്കുമ്പോഴേ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറിയൊരു ചിന്ത ഇതായിരുന്നു. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആരെഴുതി വെച്ചതാണെന്നറിയില്ല ഇങ്ങനൊരു മന്ത്രം, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനേന്ന്. ഒന്ന് പറയൂ. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സി നിർത്തോളൂ. ഒരു ഗാലക്സി, ഒരു ബ്രഹ്മാണ്ടം നിർത്തോളൂ. അപ്പോൾ ഒരു ഗാലക്സി അല്ല, അളക്കാൻ പറ്റിയില്ലേ നമുക്ക്? എത്രയും നമ്മുടെ മനുഷ്യന് കാണാൻ പറ്റില്ല എത്രയും. അതിനുള്ള എക്യുപ്മെന്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ സ്പേസിന്റെ എവിടെയാണ് തുടക്കം, എവിടെ അവസാനം എന്ന് ആർക്കും ഇതുവരെ അറിയില്ല. നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഇനി എത്ര ഗ്രഹം ഉണ്ടെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ബാക്കിയല്ലേ കാര്യങ്ങൾ. അപ്പൊ ഇത് തന്നെ ആകെ അത്ഭുതമാണ് അല്ലേ? ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താണ് അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിൻ്റെ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമുക്കെന്താ അറിയാം. ഏതായാലും ഇത്രയും ഓർത്ത് വയ്ക്കുക. എന്താണ് കാലം? കാലം എന്താണ്? എല്ലാം വികസിപ്പിക്കുന്നു, സങ്കോചിപ്പിക്കും. ഇനിയാണ് ശ്രദ്ധിക്കുന്നത്, ഇതെല്ലാം ആരാണ് അറിയുന്നത്? ഇതെങ്ങനെ അറിഞ്ഞു? ഇതെങ്ങനെ അറിയാൻ സാധിച്ചു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സങ്കോചിക്കുന്നു, വികസിക്കുന്നു എന്നൊക്കെ എങ്ങനെ അറിഞ്ഞത്? കൂടെ വന്നില്ല നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ മനുഷ്യരിൽ എന്ത് വേണം? ബോധമനസ്സ് വേണം. എന്ത് വേണം? ഈ കാര്യത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് വലിയ പിടിയില്ല. ഏതിനെക്കുറിച്ച്? ബോധമനസ്സിനെ കുറിച്ച്. ഒരു ബോധ മനസ്സ് നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ചും സങ്കോചത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കൃത്യതയോടെ അറിയാൻ സാധിക്കുന്നത്. അപ്പം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ രണ്ടാണ്, അറിയുന്നവനും അറിയപ്പെടുന്നതും. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? കൂടെ വന്നില്ല. എന്താ പറഞ്ഞത്? അറിയുന്നവനും അറിയപ്പെടുന്നതും.
അപ്പൊ ഈ അറിയുന്നവൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണോ? ഇത് ഭാരതീയർ ഗവേഷണം നടത്തിയ വിഷയമാണ്. ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടില്ല. ഏത് പഠനം? ഇത്തിരി ടഫാണ് ഈ പറയുന്നതൊക്കെ, ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, പക്ഷെ ഇത് പഠിച്ചേ പറ്റുള്ളൂ. അറിയുന്നവൻ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗമാണോ? ഒന്ന് പറയൂ എല്ലാവരും. അറിയുന്നവൻ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗമാണോ? ഭാഗമായിരിക്കുമോ? ഭാഗമായിരിക്കുമോ? ആയിരിക്കുമോ? ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കാതെ പോയത്. ഇത് ഭാഗമായിരുന്നെങ്കിൽ അറിയുന്നവനും സങ്കോച വികാസമുള്ളവനാവില്ലേ? അതിൻ്റെ ഭാഗമാണെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമാണ് കൈകാലുകൾ. ഈ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കുള്ളതുപോലെ സങ്കോച വികാസം അതിനുമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എന്നാൽ നിങ്ങളുടെ മനസ്സിനും ഇതുപോലെ സങ്കോച വികാസങ്ങൾ ശരീരത്തെ പോലെ ഉണ്ടോ? ശരീരത്തിനെ പോലെ നിങ്ങളുടെ മനസ്സിനും സങ്കോച വികാസങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ശരീരത്തിനനുസരിച്ച് ബാല്യം, കൗമാരം, യൗവനം എന്നതുപോലെ മനസ്സിനും ഒരു സങ്കോച വികാസങ്ങളുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയണത്? നിങ്ങളുടെ മനസ്സും ഇതുപോലെ പ്രകൃതിപരമായിട്ട് സങ്കോച വികാസങ്ങളുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതിന് കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ ഈ ജീവിതവുമാണ്. ഒരുപക്ഷെ നമ്മൾ കാട്ടിൽ വസിക്കുന്നവരായിരുന്നുവെങ്കിൽ, പ്രാകൃതന്മാരായിരുന്നുവെങ്കിൽ, വിദ്യാഭ്യാസം ഇല്ല, കാട്ടിലുണ്ടല്ലോ ആളുകൾ, ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ ഇല്ലേ? ഉണ്ടോ? അവരുടെ ശരീരത്തിന് നമ്മളെപ്പോലെ മാറ്റം അവർക്കുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? കാടായാലും നാടായാലും ഈ ശരീരത്തിൻ്റെ പരിണാമം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ അവരുടെ മനസ്സിന് നമ്മളെപ്പോലുള്ള വികാസങ്ങളുണ്ടോ? ഉറക്കെ പറയൂ. ഇല്ല. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഒരു എൻവയറമെൻ്റ് കൊണ്ടല്ലേ നമ്മൾ പലതും പഠിക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും അല്ലേ മനസ്സ് നിങ്ങൾ വികാസമുണ്ടെന്ന് പറയുന്നത്? ആണോ? നമ്മളിവിടെ എഫേർട്ട് എടുക്കുന്നു. ശ്രദ്ധിക്കണം. ഒന്ന് കാലം കൊണ്ടാണ് വികസിച്ച് സങ്കോചിക്കുന്നത്. കാലം കൊണ്ട് വികസിച്ച് സങ്കോചിക്കുമായിരുന്നെങ്കിൽ അവരുടെ മനസ്സും അതുപോലെ ആവേണ്ടിയിരുന്നു. കാലമല്ല മനസ്സിനെ വികസിപ്പിച്ചത്, പ്രയത്നമാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ആണോ അല്ലയോ? ആണോ? അപ്പൊ ശരീരത്തിന്റെ ഭാഗമാണോ ബോധമനസ്സ്? മീൻസ് കാലത്തിന്റെ ഭാഗമാണോ ബോധമനസ്സ്? കാലത്തിന്റെ ഭാഗമാണോ ബോധമനസ്സ്? അല്ല. ബോധമനസ്സ് ശരീരത്തിൽ നിന്നും വ്യതിരിക്തമാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇറ്റ് ടേക്സ് ടൈം. കാരണം നമ്മൾ അങ്ങനെ എക്സ്പോസ്ഡ് അല്ല. നിങ്ങൾ ഭാഗവതം കേട്ടത് കഥാരൂപത്തിലാണ്. നിങ്ങളൊരു ഫിലോസഫിക്കലി ഭാഗവതം കേട്ടിട്ടുണ്ടാവില്ല, ഒരു സൈക്കോളജിക്കലി ഭാഗവതം കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാത്തത്. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും. സിൻസ് ദ മൈൻഡ് ഈസ് ദ ഒബ്സർവർ, the mind is different from the body system. It can't be the same. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം നിരീക്ഷകൻ നിരീക്ഷിക്കപ്പെടുന്ന ശരീരത്തിൽ നിന്നും വ്യതിരിക്തമാണ്. നിങ്ങൾ ഓർത്തു വെക്കണം. നിരീക്ഷകനായ മനസ്സ് നിരീക്ഷിക്കുന്ന ശരീരത്തിൽ നിന്നും അവർക്ക് പറയൂ വ്യത്യസ്തമാണ്. ഏതുപോലെ? ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ എനിക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളെ നിരീക്ഷിക്കാം. ഞാൻ നിങ്ങളിൽ നിന്നും വേറെയാണ്. നിങ്ങൾക്ക് എന്നെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എന്നിൽ നിന്നും ഉറക്കെ പറയൂ വേറെ ആയതുകൊണ്ട്. ഇനി നിങ്ങൾ സ്വയം ചോദിക്കും നിങ്ങളോട്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. കാലിൽ എന്താ സംഭവിച്ചത്, കൈക്ക് എന്താ സംഭവിച്ചത്, തലയ്ക്ക് എന്താ സംഭവിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? അപ്പം നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ
സാധിക്കില്ല. നിങ്ങൾക്കതിനെ നിരീക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ നിരീക്ഷകൻ നിരീക്ഷണത്തിൽ നിന്നും മാറി നിൽക്കണം, വേറെയാവണം. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇനി വളരെ ശ്രദ്ധിക്കുക. ഈ നിരീക്ഷകൻ ആരാണ്? ആരാണ് നിരീക്ഷകൻ? ഇതാണ് ഭാരത ഋഷിവര്യന്മാർ ചോദിച്ച ചോദ്യം. രമണ മഹർഷി എന്നൊരു മഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം? ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല, പോവണം. നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയൊക്കെ ഏറെ ആരാധനാമൂർത്തിയായിരുന്നു ആര്? രമണ മഹർഷി. നാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി ഇടപഴകിയ മഹാനാണ്. അതുപോലെ തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദൻ ഏറെ ആദരിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വെച്ച് കാണുന്നുണ്ട് കേരളത്തിൽ. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഇവിടെ വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികളിൽ നിന്നും ചിന്മുദ്രയെക്കുറിച്ചൊക്കെ വിവേകാനന്ദ സ്വാമികൾ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ചിന്മയാനന്ദ സ്വാമികളുടെയൊക്കെ ആരംഭത്തിൽ അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നാണ്. മടിയിലിരുത്തി, അപ്പം ചെറിയ കുട്ടിയാണ്, അദ്ദേഹത്തിൻ്റെ മടിയിൽ അമ്മ കൊണ്ടിരുത്തിയപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടില്ല, ഇവനെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന്. അമ്മ വിചാരിച്ച് കുരുത്തക്കേടും കുസൃതിയും കുറുമ്പൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പിന്നീടാണ് മനസ്സിലായത്. ഇത്രയും വലിയ മഹാനായി തീരുന്ന വ്യക്തിയാണ്. അപ്പം അവർക്കൊക്കെ ഉള്ളറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അന്വേഷിച്ച ചോദ്യം, ഞാൻ ആര്? എന്താ ചോദ്യം? ഞാൻ ആരാണ്? ഞാൻ ആര്? രമണ മഹർഷിയുടെ ചോദ്യം ഇതായിരുന്നു, ഞാൻ ആര്? ഇപ്പം ഈ ഞാൻ എന്ന് പറയുമ്പോൾ അവരാരെ അർത്ഥമാക്കിയത്? ഈ ഞാൻ എന്നൊരു വ്യക്തിയാണോ അതോ ബോധമനസ്സിനെയാണോ? ആരെയാണ് ചോദ്യത്തിൽ ആരെയാണ് അവർ ഉറ്റുനോക്കിയത്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്, ഫോക്കസ് ചെയ്തത്? ഞാനെന്നൊരു ബോധമനസ്സിനെ. ഞാൻ ആര്? ഇതിന് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയും. നമ്മൾ ആരാണ്? ഇനി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ശരീരം എവിടുന്നാ വന്നത്? ശരീരം എവിടുന്നാ വന്നത്? പഞ്ചഭൂതമാണ്, പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്ന് വന്നത് വീണ്ടും പ്രകൃതിയിലേക്ക് പോകുന്നു. ഇതാണ് ശരീരത്തിൻ്റെ പ്രകൃതം. മനസ്സെവിടെ നിന്ന് വന്നു? ശ്രദ്ധിക്കുക, എന്നാലേ മനസ്സിലാവണം. മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സാണ്. ആ ബോധമനസ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക നിങ്ങൾ, നമ്മളിൽ ബുദ്ധിയുണ്ട്. നമ്മളിൽ പലതിനെക്കുറിച്ചുള്ള ബുദ്ധിയുണ്ട്. ഉണ്ടോ? നിങ്ങൾ ഏത് വിദ്യാഭ്യാസമാണോ നേടുന്നത് അതിനനുസരിച്ചുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാവില്ലേ? പറയൂ. ഈ ബുദ്ധിയൊക്കെ നേടാൻ സാധിക്കുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. ഇനി നമ്മളിൽ പല വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതിനും കാരണം ബോധമുള്ളത് കൊണ്ടാണ്. ഇനി നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ഇഷ്ടാനിഷ്ട വാസനകളുണ്ട്, പലതിനോടുള്ള ഇഷ്ടങ്ങളുണ്ട്, പലത് ഇഷ്ടമില്ലായ്മയുണ്ട്, ഇല്ലേ? നിറങ്ങളോടും ഭക്ഷണത്തോടും ആളുകളോടൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ? പറയൂ. ഇതും നമ്മുടെ ഉള്ളിലുള്ളതിന് കാരണം ബോധമുള്ളത് കൊണ്ടാണ്. ആണോ? ഇനി നമുക്കൊന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നിരീക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും കുറേയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറയൂ സാധിക്കുന്നു. അപ്പൊ പുറത്തേക്ക് മാത്രം നോക്കാനല്ല നമുക്ക് കാഴ്ചയുള്ളത്, ഉള്ളിൽ നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക്, വികാരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? ഒരു വികാസമുള്ള ബോധം നമ്മളിൽ ഉള്ളത് കൊണ്ടല്ലേ ഈ ബോധത്തിന് വികാരങ്ങളെ മനസ്സിൽ കൊണ്ടുവരാനും ബുദ്ധി കൊണ്ടുവരാനും ഓർമ്മകൾ വയ്ക്കാനും പല കാര്യങ്ങൾ, അതായത് വിവേകം ചിന്തിക്കാനും ഞാനെന്ന ഭാവം ചിന്തിക്കാനൊക്കെ സാധിക്കുന്നതിന് കാരണം ഇതെല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എവിടെ നിന്നാണ്? ബോധത്തിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? പറയൂ. ബോധത്തിൽ നിന്നാണ്. ഈ വിഷയം ആധുനിക സയൻസ് പഠിച്ചിട്ടില്ല. ഏത്? ബോധമെന്ന വിഷയം. ഏതാണ്? ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല.
ഇപ്പം ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇപ്പം മനുഷ്യൻ, ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നു, നമുക്ക് പല വികാരങ്ങളുണ്ട്. ഞാനെന്ന ഭാവമുണ്ട്, എൻ്റേതെന്നുള്ളതുണ്ട്, ഇല്ലേ? ആണോ? ഇതൊക്കെ ഇല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക്? ഇത്രയൊക്കെ ഉള്ളൂ? അല്ല. ഇനി നിങ്ങളുടെ ബോധത്തിന് ശ്രദ്ധിക്കുക നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെ അറിയാനൊരു കഴിവുള്ളിലുണ്ട്. ഏതിനെ അറിയാൻ? ഉള്ളിൽ നടക്കുന്ന ചിന്തകളെ അറിയാൻ, കാണാനുള്ളൊരു കഴിവ് നിങ്ങളിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതൊന്നുകൂടി ശക്തിപ്പെടുത്തി തരിക. ഏത്? പുറമേ ഉള്ളത് കാണാനുള്ളൊരു കഴിവുണ്ട്, പക്ഷെ ഏതും കൂടി കാണണം? ഉള്ളിൽ നടക്കുന്ന വിചാരങ്ങളെ കാണാനുള്ള കഴിവ്. എന്ന് മാത്രമല്ല, വേണ്ടാത്ത ചിന്തകളാണെങ്കിൽ, വേണ്ടാത്ത വികാരങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തരിക. ഉള്ളിലുള്ളത് കാണാനുള്ള കഴിവ്, ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളിൽ നിന്നും മാറി നിൽക്കാനുള്ളൊരു കഴിവ്. എന്ന് മാത്രമല്ല, നല്ല ചിന്തയിൽ ഉറപ്പിച്ചു നിർത്താനുള്ളൊരു കഴിവ്. ഇത് നിങ്ങൾക്ക് ഒരു 7 ദിവസം കൊണ്ട് കിട്ടുകയാണെങ്കിൽ, ഇതൊരു 7 ദിവസം കൊണ്ട് നേടാൻ പറ്റുകയാണെങ്കിൽ ജീവിതം നന്നാവോ ഇല്ലയോ? അവർക്ക് പറയൂ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? ഉള്ളിൽ നടക്കുന്ന ചിന്തകളെ വ്യക്തമായി കാണാൻ പറ്റുക, അറിയാൻ സാധിക്കുക, കണ്ണാടി പോലെ കാണാൻ പറ്റുക, ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും മാറി നിൽക്കാനുള്ള കഴിവ്. എന്ന് മാത്രമല്ല, നല്ല ചിന്തകളിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ തളർത്താൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കൂ? പറയൂ, പറയൂ. ഈ കഴിവ് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടുന്നത്? ശരീരത്തിൽ നിന്നാണോ, ബോധത്തിൽ നിന്നാണോ? അപ്പൊ ബോധത്തിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അനന്തമല്ലേ? കൂടെ വന്നില്ല. ഒരു അനന്ത കഴിവുള്ളതല്ലേ അത്? ആണോ അല്ലയോ? ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇപ്പം നമ്മൾക്കൊക്കെ ഈ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ? കാരണം നമ്മൾ അത്രയും ടെക്നോളജിയുടെ വേൾഡിലാണ് താമസം. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണില്ലേ? സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന ഫോണില്ലേ? ഉണ്ടോ? ഇപ്പോഴെല്ലാവരും വീഡിയോ കോളല്ലേ മക്കളോടൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലോ ലണ്ടനിലോ അവിടെ ഓസ്ട്രേലിയയിലോ എവിടെയൊക്കെ ഉള്ളവരൊക്കെ മക്കളെ നമുക്ക് വീഡിയോ കോളിലൂടെ കാണാം, വീട്ടിലുള്ളതുപോലെ സംസാരിക്കാം. ആണോ? ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും ഈ മൊബൈലിനകത്ത് ഇടയ്ക്കൊരു മെസ്സേജ് കിട്ടും, മെമ്മറി ഫുൾ. ഫോട്ടോ കണ്ടമാനെടുത്താൽ, വീഡിയോ കണ്ടമാനെടുത്താൽ എന്താ മെസ്സേജ്? മെമ്മറി ഫുൾ. ഒന്നുകിൽ നിങ്ങൾ വേറെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് ഇടണം, അല്ലേ? വല്ല പെൻഡ്രൈവ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിലെ മെമ്മറിയൊക്കെ സ്റ്റോർ ചെയ്യാം. എന്നാലും ഈ മൊബൈലുള്ള മെമ്മറി അതിനൊരു പരിധി ഉണ്ടല്ലോ, പരിമിതി ഉണ്ടല്ലോ. പറയൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, ചെറുപ്പം മുതലെടുത്ത ഫോട്ടോസും എത്രയാ വീഡിയോസ് ഉള്ളിൽ കിടക്കണത്. നിങ്ങൾ സ്വപ്നം കാണുന്നൊക്കെ ഉള്ളിലുള്ള വീഡിയോസ് അല്ലേ? ആണോ? ഇതിൽ വല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ? മെമ്മറി ഫുൾ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടോ? അപ്പൊ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയിരിക്കണം? ഉള്ളിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയായിരിക്കണം? അളക്കാൻ പറ്റുമോ? സ്വപ്നങ്ങൾ കണ്ടത് മുഴുവനൊന്നൊരു ഹാർഡ് ഡിസ്കിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ദൈവമേ ഇത്രയൊക്കെ സാധനം ഉള്ളിലുണ്ടോ എന്ന്. ഇല്ലേ? അത്ഭുതമല്ലേ അത്? ആണോ അല്ലയോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, പരിമിതിയില്ലാത്തൊരു ബോധം നമ്മളിലുണ്ടെന്ന്. പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ എന്നോ നമ്മുടെ മെമ്മറി കഴിയുമായിരുന്നു. ഇന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ കേൾക്കാൻ, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, പുതിയ വീഡിയോസ് എടുക്കാൻ നമ്മുടെ ബോധത്തിന് സാധിക്കുന്നുവെങ്കിൽ അത് അനന്തമാണോ? ഇത്രയും എനിക്കറിയണ്ടോ? അനന്തമാണോ? അനന്തമായത് പൂർണ്ണമാണ്. അനന്തമായത് പൂർണ്ണമാണ്. നമ്മൾ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? നമ്മൾ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ചിന്തയിൽ നിന്ന് ബോധം വന്നു, ബോധത്തിൽ നിന്ന് ചിന്ത വന്നു.
ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ചിന്തയിൽ നിന്ന് ബോധം വന്നിട്ടുണ്ടാക്കുമോ, ബോധത്തിൽ നിന്ന് ചിന്ത വന്നിട്ടുണ്ടാക്കുമോ? ഏതായിരിക്കും ശരി? ചിന്തയിൽ നിന്ന് ബോധം വരുമോ? ഇല്ല. നമുക്ക് ചിന്തകളെ മാറ്റാൻ സാധിക്കുന്നത് തന്നെ ബോധമുള്ളത് കൊണ്ടാണെങ്കിൽ, ഈ ചിന്തകളൊക്കെ വരുന്നത് ബോധത്തിൽ നിന്നാണെങ്കിൽ, ഞാനെന്ന ഭാവവും വന്നത് ബോധത്തിൽ നിന്നാണ്. കാലത്ത് നമ്മളെ ഉണർത്തുന്നത് ആരാന്നറിയോ? നിങ്ങളൊക്കെ നുണ പറഞ്ഞ് ശീലിച്ചവരാണ്. നുണ പറയാറില്ലേ? മിണ്ടണില്ല. നിങ്ങളൊക്കെ നുണ പറയാറുണ്ടോ? അത് തുറന്നു പറഞ്ഞ് നന്നായി. നിങ്ങളൊക്കെ പറയും. ഞാൻ നോക്കൂ, നിങ്ങൾ നുണ പറയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. ഇപ്പം എത്ര പേര് സ്വയം ഉണരാറുണ്ട്? സ്വയം ഉണരുന്നവരെത്ര പേരുണ്ട്? ഇതെന്നെ വമ്പൻ നുണയാണ്. ചില്ലറ നുണയാണോ? എത്ര പേർക്ക് സ്വയം ഉറങ്ങാൻ പറ്റാറുണ്ട്? ഇനിയിപ്പം നിങ്ങൾ കയ്യേ പൊക്കില്ല. നിങ്ങൾക്ക് ഉണരാനും സാധ്യല്ല, നിങ്ങൾക്ക് ഉറങ്ങാനും സാധ്യല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മുഴുവൻ സൈക്കോളജിയാണ്. നിങ്ങൾ അത്ര ഡെപ്തിൽ ഒബ്സർവ് ചെയ്താലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സ് ഉണർന്ന ശേഷമാണ് ഞാൻ ഉണർന്നു എന്ന് നിങ്ങൾ അറിയുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? മനസ്സ് ഉണർന്ന ശേഷമാണ് ഞാൻ ഉണർന്നു എന്ന് നിങ്ങൾ പറയൂ അറിയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണ്ടേ? ആരാണ് എൻ്റെ മനസ്സിനെ ഉണർത്തിയത്? ശരീരമാണോ? ശരീരം ഉണർന്നിട്ട് പോലുമില്ല. ശരീരം ഉണർന്നിട്ടില്ല, മനസ്സുണരുന്നു ഇല്ലേ? നിങ്ങൾ നോക്കൂ, പലപ്പോഴും ഉണർന്നു വരിക സ്വപ്നങ്ങളിൽ നിന്നായിരിക്കും. പലരും ഏതെങ്കിലും സ്വപ്നം കണ്ടിട്ട് അങ്ങോട്ട് ഉണർന്നു വരും അല്ലേ? പൊതുവേ കുറേ പേരെങ്കിലും. ആണോ അല്ലയോ? എപ്പം മുതൽ ഈ സ്വപ്നം തുടങ്ങി നിങ്ങൾക്കറിയോ? ആ സ്വപ്നത്തെ ഉണർത്തിയത് നിങ്ങളാണോ? നിങ്ങളിലെ സ്വപ്നത്തെ ഉണർത്തിയത് നിങ്ങളാണോ? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ അതിനെക്കുറിച്ച്? ഇല്ല. പിന്നീട് നിങ്ങളുടെ മനസ്സ് ഉണരുമ്പോൾ നേരത്തെ തന്നെ ആ മനസ്സിൻ്റെ ചില ഭാഗങ്ങൾ ഉണർന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പറയാം, ഉപബോധ മനസ്സ് ഉണർന്നു കഴിഞ്ഞു. ഇനി ബോധ മനസ്സിലേക്ക് ഉണരുക മാത്രമേ വേണ്ടൂ അല്ലേ? ശരിയാണോ പറയണത്? ആ ഉപബോധ മനസ്സിനെ ഉണർത്തിയത് നമ്മളാണോ? പിന്നെ നിങ്ങൾ എന്ത് നുണയാ പറഞ്ഞത് ഞാനാ ഉണരാറെന്നുള്ളത്? നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തത്? നിങ്ങളൊരു ഉണരലുമില്ല. വെറുതെ വമ്പടിക്കരുത്. ഇനി രാത്രി നിങ്ങൾ കിടന്നുറങ്ങും. രാത്രി നിങ്ങൾ കട്ടിലിൽ കിടന്നോ, നിങ്ങൾ ആ മയക്കത്തിലേക്ക് പോയി ചിന്തിക്കൂ. നിങ്ങളാണോ ഉറങ്ങിയത്, അതോ നിങ്ങളെ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കുകയാണോ? ഏത് സമയത്ത് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയി എന്നത് നിങ്ങൾക്ക് ഒരു പിടിയില്ല. ഉണ്ടോ? നിങ്ങളറിയാതെ ഉറക്കത്തിലേക്ക് നിങ്ങൾ പോയി. ശരിയാണോ? അപ്പം ആരാ നിങ്ങൾ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയത്? ശ്രദ്ധിക്കണം. മനസ്സ് ഉണരണമെങ്കിൽ, മനസ്സ് ഉറങ്ങണമെങ്കിൽ അതിനെ വികസിപ്പിക്കാനും അതിനും സങ്കോചിപ്പിക്കാനും ഒരു ശക്തി അനിവാര്യമാണ്. ശൂന്യതയിൽ ഒന്നും സംഭവിക്കില്ല. അപ്പം തീർച്ചയായിട്ടും മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ സങ്കോചിപ്പിക്കുന്ന, ഉണർത്തുക എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുന്ന, മനസ്സിനെ ഉറക്കുക എന്ന് പറഞ്ഞാൽ സങ്കോചിപ്പിക്കാൻ സാധിക്കുന്ന അനന്തബോധം, അതിലാണ് ഈ കളികളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും അളക്കാൻ പറ്റാത്ത അത്രയും അനന്ത പൂർണ്ണ സ്വതന്ത്ര ബോധം നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് ബോധം? ഏത് ബോധം? ഉറക്കെ പറയും. ഞാൻ പറഞ്ഞത് അനന്തവും സ്വതന്ത്രവും പൂർണ്ണവും. പറയൂ. പൂർണ്ണവും സ്വതന്ത്രവുമായൊരു ബോധം നമ്മളിൽ നിറഞ്ഞു കളിക്കും. അതിൽ നിന്നാണ് ഈ ചിന്തകളൊക്കെ, ഞാനെന്ന ഭാവവും വികാരങ്ങളും
ബുദ്ധിയും എല്ലാം ഉണർന്നു വന്നത്. അതിലേക്കാണ് ഇതെല്ലാം കെട്ടടങ്ങിയത്. മനസ്സിലാവുണ്ടോ? അപ്പം പിന്നെ നാം എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? മനുഷ്യൻ വന്നിരിക്കുന്നത് പൂർണ്ണബോധത്തിൽ നിന്നാണ്. എവിടുന്നാണ്? വളരെ ശ്രദ്ധിക്കൂ. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രണ്ട് ഭാഗം: ഒന്ന് നിരീക്ഷകനായ ബോധമനസ്സും, രണ്ട് നിരീക്ഷിക്കപ്പെടുന്ന പഞ്ചഭൂത ശരീരവും. ഏതാണ്? കൂടെ വരുന്നില്ലേ നിങ്ങൾ? ഈ ശരീരത്തിനെ എന്താ വിളിക്കേണ്ടത്? അവർക്ക് പറയൂ. ഈ പഞ്ചഭൂത ശരീരം തിരിച്ച് ഏതിലേക്ക് പോകുന്നു? പഞ്ചഭൂതത്തിലേക്ക്. മനസ്സെങ്ങോട്ടാ പോവേണ്ടത്? എവിടേക്കാ പോവേണ്ടത്? ആ പൂർണ്ണ ബോധത്തിലേക്ക് പോകണം. എവിടേക്ക് പോകണം? ഇത് ഋഷിവര്യന്മാർ മനസ്സിലാക്കിക്കൊണ്ട് എഴുതി വെച്ചതാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണതയിലേക്ക് എത്തലാണ്. ശരീരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം കാലം തന്നെ വികാസവും സങ്കോചവും ചെയ്ത് ഈ പ്രപഞ്ചചക്രത്തിലൂടെ കറക്കിക്കൊള്ളും. എന്നാൽ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ബോധപൂർവം ഏതിലേക്ക് കൊണ്ടുവരണം? എവിടേക്ക് കൊണ്ടുവരണം? പൂർണ്ണബോധത്തിലേക്ക്. അതിനാണ് നമുക്ക് 3 കാര്യങ്ങൾ വേണ്ടത്. അതിനേതൊക്കെയാണ് വേണ്ടത്? മനസ്സിനെ കാണാനുള്ള, നിരീക്ഷിക്കാനുള്ള ഉൾക്കണ്ണ് തുറക്കണം. ഏത് കണ്ണ്? മനസ്സിലെ ചിന്തകളെ, അനാവശ്യ ചിന്തകളെ മാറ്റാനുള്ള ആത്മശക്തി ഉണർത്തണം. ഇത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്താൻ പറ്റും. അതേപോലെ മനസ്സിനെ നല്ല ചിന്തയിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഉപാസന പരിശീലിപ്പിക്കണം. ഏകാഗ്രത വേണം. ഇത് 3മുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണബോധത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. 7 ദിവസം നമ്മൾ സപ്താഹം കേൾക്കുന്ന എന്തിനാണ്? അകക്കണ്ണ് തുറക്കാൻ, ആത്മശക്തി ഉണർത്താൻ, അതുപോലെ നല്ലൊരു ചിന്തയിൽ, ദൈവീക ചിന്തയിൽ മനസ്സിനെ കൂടെ വരണം. എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം. ഇത് നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പിച്ചോളൂ, ജന്മം സുകൃതം, ജന്മം സഫലം. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വിധിക്കുപോലും അവരെ തളർത്താൻ സാധ്യമല്ല. പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണ്? ഇപ്പം നമ്മൾ അകക്കണ്ണല്ല തുറക്കുന്നത്, പുറം കണ്ണ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പുറത്തുള്ള ബന്ധങ്ങൾ കാലത്തിൻ്റെ കയ്യിലുള്ളതൊക്കെ പോയി പിടിച്ചു വെച്ചിരിക്കുക. ഇതാണ് എൻ്റേത്, ഇവരുടേതാണ് ഞാൻ, ഇതൊക്കെയാണ് ജീവിതം. കാലം നിങ്ങൾക്ക് പ്രഹരം തരികയാണ് ഇടയ്ക്ക്. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങളുടേതല്ല, ഇതൊക്കെ കാലത്തിൻ്റെയാണ്. കാലം ചക്രത്തിലൂടെ പലതും കൂട്ടിച്ചേർക്കുന്നു, പലതും വേർപിരിക്കുമ്പോഴാണ്, അടി കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും എൻ്റെ കയ്യിൽ അല്ല. അതാണ് ഓരോരുത്തരും കരയുന്നത്, ദുഃഖിക്കുന്നത്, നരകിക്കുന്നത്. വേണ്ടാത്തത് കയറി പിടിച്ചിരിക്കുകയാണ്. നമ്മുടേതല്ലാത്ത ഒന്നിനെ കയറി പിടിച്ചിട്ട് ഇതെൻ്റെ ആണെന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചുകുട്ടികളെപ്പോലെ മറ്റേതോ കുട്ടിയുടെ കളിപ്പാട്ടം കയ്യിൽ വെച്ചിട്ട് ഇത് എൻ്റെ സാധനമാണെന്ന് പറയുമ്പോൾ കരയുമ്പം ആ കുട്ടി അത് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടി കരയുകയാണ്. അമ്മ പറഞ്ഞ് മനസ്സിലാക്കുക, നിൻ്റെ അല്ല, അതാ അപ്പുറത്തെ കുട്ടിയുടെ അല്ലേ, അവൻ്റെ അല്ലേ, നീ അതെടുത്തതല്ലേ, നീ അത് വിട്ടുകൊടുക്കണ്ടേ? ഇതുപോലെയാണ് കാലത്തിൻ്റെ ചക്രത്തിലുള്ളതിൽ കയറിപ്പിടിച്ച് എൻ്റെയാണ്, ഇതാണ് എൻ്റേത്, ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കാലം നമ്മളെ പല ദുരിതത്തിലൂടെയും ദുഃഖത്തിലൂടെയും കൊണ്ടുപോകും.
കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃത കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ. ഇതല്ലേ സത്യം? ആണോ സത്യം? പക്ഷെ വിടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് വിടാൻ പറ്റാത്തത്? അകക്കണ്ണ് തുറന്നില്ല, ആത്മശക്തി നേടിയില്ല, ആത്മബോധം ഉറപ്പിച്ചില്ല. ഏതൊക്കെയാണ്? അകക്കണ്ണ് തുറന്നില്ല, ആത്മശക്തി നേടിയില്ല, പിന്നെ ആത്മബോധം ഉറപ്പിച്ചില്ല. അതുകൊണ്ട് എന്തായി? ബാഹ്യബോധം, ബാഹ്യബന്ധം, മനസ്സിലായില്ലേ? അതിലൊക്കെ പോയി മനസ്സങ്ങനെ കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ്. ബാഹ്യബോധത്തിൽ, ബാഹ്യബന്ധത്തിൽ, ബാഹ്യചിന്തയിൽ നിങ്ങൾ ജീവിച്ചാൽ ജീവിതം നരകിക്കണം. കാരണം കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ല. കാലം നിങ്ങളിൽ നിന്ന് പലതും കൂട്ടിച്ചേർക്കുകയും വേർപിരിച്ചെടുക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല. ആരോഗ്യം എന്നും ഒരുപോലെ ഇരിക്കുമോ? പറയൂ. കുറേയൊക്കെ നമുക്ക് പെയിൻറ്റ് തേച്ചൊക്കെ കൊണ്ടു നടക്കാം. പക്ഷെ 85 വയസ്സൊക്കെ ആയിട്ട് പെയിൻറ്റ് തേച്ചാൽ നാട്ടുകാരെന്താ പറയുക? 80-85 വയസ്സ് വരെയൊക്കെ അമ്മ എന്ന് വിളിക്കും. പിന്നെ പറയാം ആ തള്ളയ്ക്ക് വട്ടാണെന്ന്. അങ്ങനെ പറയൂല്ലയോ? 85 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോയാൽ നാട്ടുകാരെന്താ പറയുക? അമ്മ എന്ന് വിളിക്കുമോ തള്ളാന്ന് വിളിക്കുമോ? എന്തോന്നും മിണ്ടാത്തത്? പറയൂ, നിങ്ങൾ പറയൂ. അപ്പം നമുക്ക് കാലചക്രത്തെ പിടിച്ചു വയ്ക്കാൻ എന്താ മിണ്ടാത്തത് നിങ്ങൾ? സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളൊക്കെ നമ്മുടേതാണോ കാലത്തിൻ്റെ ആണോ? പറയൂ. മക്കൾ നിങ്ങളുടേതാണോ കാലത്തിൻ്റെ ആണോ? ഭാര്യയും ഭർത്താവും ബന്ധം കാലത്തിൻ്റെ ആണോ അതോ നമ്മുടെ ആണോ? നിങ്ങളുടേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ കാലം നിങ്ങളെ സമ്മതിക്കുമോ? പറയൂ. പക്ഷെ അത് ഉൾക്കൊള്ളൽ അത്ര എളുപ്പമാണോ? എന്തുകൊണ്ടാണത്? ഉള്ളിലുള്ള കണ്ണ് തുറന്നിട്ടില്ല. അപ്പം കണ്ണ് തുറക്കണം, ശക്തി നേടണം. നല്ല കാര്യത്തിൽ മനസ്സിനെ അനുഷ്ഠാനത്തിൽ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ കാലത്തിൻ്റെ വികൃതികളൊന്നും നമ്മളെ ഒരിക്കലും അവർക്ക് പറയൂ ബാധിക്കില്ല. കാലത്തിൻ്റെ വികൃതികൾ നമ്മളെ ഒരിക്കലും മാനസികമായി അവർക്ക് പറയൂ. ഇങ്ങനെ 2 സത്യങ്ങളുണ്ട്. ഏതൊക്കെയാണൊന്ന്? ഒന്ന് കാലമാകുന്ന സത്യവും 2 ബോധമാകുന്ന സത്യവും. ഏതൊക്കെയാണ്? കാണുന്നതൊക്കെ ഏത് സത്യമാണ്? കണ്ടതൊന്നോമേ സത്യമല്ലെന്നിതോ മുൻപേ കണ്ടിട്ടറിയുന്നിതോ ചിലർ. കണ്ടതൊന്നോമേ സത്യമല്ലെന്നിതോ മുൻപേ കണ്ടിട്ടറിയുന്നിതോ ചിലർ. ചിലർക്കോ കണ്ടാലും തിരിയ ചിലർക്കേതുമേ. ചിലർക്കതൊന്നും കണ്ടിട്ടും മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ ദുരിതം അനുഭവിക്കുന്നു. അപ്പം അതുകൊണ്ട് കാലമാകുന്ന സത്യവും ബോധമാകുന്ന സത്യവും. ഏതൊക്കെയാണ്? കാലമാകുന്ന സത്യത്തെ വെറും സത്യം എന്ന് വിളിക്കും. എന്നാൽ ബോധമാകുന്ന സത്യം പരം സത്യമാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കാലമാകുന്ന സത്യം സത്യമാകണമെങ്കിൽ ഏത് സത്യം വേണം? ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നു എന്നത് എനിക്ക് അറിയണമെങ്കിൽ എന്നിൽ ഏത് വേണം? ബോധമാകുന്ന സത്യം വേണം. അപ്പം നിങ്ങളും സത്യമാണ്, എൻ്റെ ബോധവും സത്യമാണ്. പക്ഷെ നിങ്ങൾ കാലമാകുന്ന സത്യമാണ്. കാരണം ഞാനും നിങ്ങളും ശരീരം കൊണ്ട് വികസിച്ചും സങ്കോചിച്ചും കാലചക്രത്തിലൂടെ അവർക്ക് പറയൂ കടന്നു പോകുന്നു. കാണുന്നതൊക്കെ കാലസത്യം, കാണുന്നവൻ ബോധസത്യം. ഒന്നുകൂടി പറയാം. കാണുന്നതൊക്കെ
ഉറക്കെ പറയൂ. കാലസത്യം. കാലം എന്ന് പറഞ്ഞാൽ ഓർക്കണം വാക്ക്. കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നിങ്ങൾ തത്തമ്മേ പൂച്ച പറയരുത്. കാലം എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുക, വികസിക്കുക, സങ്കോചിക്കുക. എക്സ്പാൻഷൻ ആൻഡ് റിവേർഷൻ, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാസ്റ്റ്. ഇതാണ് കാലം. ഇപ്പൊ കാണുന്നതൊക്കെ കാലസത്യം. കാണുന്നവൻ ഉറക്കെ പറയൂ ബോധസത്യമാണ്. അപ്പൊ ബോധത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാ? സാധ്യതകൾ അകക്കണ്ണ് തുറപ്പിക്കാം, ആത്മശക്തി കൊണ്ട് വേണ്ടാത്ത ചിന്തകളിൽ നിന്നും ഉറക്കെ പറയൂ മാറി നിൽക്കാം, ഉണർത്തണം. അത് ഉണർത്തണം, ഉള്ളിലുണ്ട്. അതുപോലെ ആത്മബോധം കൊണ്ട് നല്ല ചിന്തയിൽ മനസ്സിനെ ദൃഢപ്പെടുത്തണം. വേണോ വേണോ വേണോ? ഇത് നേടിയെടുത്താൽ കാലത്തിൻ്റെ വികൃതികളൊന്നും നമ്മളെ, ഇതാണ് പൂന്താനത്തിനൊക്കെ സാധിച്ചത്. അതുകൊണ്ടാണ് പൂന്താനം പാടിയത്, ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ ഉണ്ണികൃഷ്ണ ചിന്ത ദൃഢമായി ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന എനിക്ക് മകൻ്റെ മരണത്തിൻ്റെ ചിന്തകളൊന്നും എന്നെ അലട്ടുന്നില്ല. എന്ന് ആലോചിച്ചു. എന്താ അങ്ങനെ ഒരു മനുഷ്യന് പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? പറ്റും. എന്താ വേണ്ടത്? 7 ദിവസം അവിടെ വന്നിരിക്കണം. കേൾക്കന്നെ വേണം, പഠിക്കന്നെ വേണം, മെനക്കെടണം, പണിയെടുക്കണം. വെറുതെ ഓസിക്കൊന്നും കിട്ടില്ല. ഇതിത്തിരി പണിയെടുക്കാനുണ്ട്. മനസ്സിലാവുണ്ടോ? ഇതത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ഇത് ലേശം ശ്രദ്ധ വയ്ക്കണം. എന്ത് വയ്ക്കണം? ശ്രദ്ധയോടെ ഉൾക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ പഠിച്ച് ഇത് മനസ്സിലാക്കി ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ക്ഷേത്രോപാസന നടത്തിയാൽ ഈ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ആ പരമമായ സത്യം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അനന്തബോധമാണ്. ആ ബോധത്തിന് 3 കഴിവുകളുണ്ട്, മറക്കരുത്. ഏതൊക്കെയാ കഴിവുകൾ? അകക്കണ്ണ് തുറക്കൽ, മറക്കരുത്. ഇത് ഏതൊക്കെയാണ്? ഉള്ളിൽ നടക്കുന്ന വികാര വിചാരങ്ങളെ നമുക്ക് മറ്റുള്ളവരെ കാണുന്ന പോലെ കാണാൻ പറ്റും. അത്രയും ഒരു അകക്കണ്ണ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ആത്മശക്തി കൊണ്ട് വേണ്ടാത്ത ചിന്തകളെ മാറ്റൽ, അതുപോലെ ആത്മബോധം കൊണ്ട് നല്ല ചിന്തയിൽ മുഴുകൽ, അതിൽ ഉറപ്പിക്കൽ. ഇത്രയും ശക്തി ഉള്ളിലുണ്ട്. ഇതൊന്ന് തട്ടി 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 ഒരു ശില്പി എപ്രകാരമാണോ കല്ലിൽ നിന്നും നല്ലൊരു രൂപത്തെ വാർത്തെടുക്കുന്നത്, ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാനാണ് 7 ദിവസം ഞങ്ങളൊന്ന് കൊത്തുന്നത്. 7 ദിവസത്തെ മെനക്കടയുള്ളൂ ഇത് കേട്ട് ജീവിതം മാറ്റിമറിക്കാൻ. എങ്ങനെ? വ്യാസഭഗവാൻ പറഞ്ഞു, ഇതിന് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇത് വ്യക്തമാക്കണം. അകക്കണ്ണ് തുറക്കണം, ആത്മശക്തി നേടണം, ആത്മബോധത്താൽ നല്ല ചിന്തയിൽ ഒരു ഉപാസനയിൽ ഞാൻ മുഴുകണം, ഏകാഗ്രമാണ്. ഒന്ന് പറയൂ എല്ലാവരും. എന്തിനാ നിങ്ങൾ ഈ സപ്താഹം കേൾക്കുന്നത് എന്നുള്ള ബോധം നിങ്ങളിൽ ഉണ്ടാവാനാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം ഭാഗവതം കേട്ടാലും ശങ്കരൻ വീണ്ടും തെങ്ങ് തന്നെയായിട്ട് എന്താ കാര്യമുള്ളത്? എനിക്കും കൂടി ഒരു മോശമല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തിനാ ഭാഗവതം കേൾക്കുന്നത്? കണ്ടവൻ്റെ കണ്ണ് തുറക്കാനോ? നിങ്ങൾക്കെന്താ അത്ര അസൂയോ? കണ്ടവൻ്റെ കണ്ണ് നോക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? എന്തിനാ വന്നിരിക്കുന്നത്? അകക്കണ്ണ് തുറക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അകക്കണ്ണ് തുറക്കണം. അതെന്തിനാണ് അകക്കണ്ണ്? ഉള്ളിൽ നടക്കുന്ന വികാര വിചാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കണം. അതുപോലെ ആത്മശക്തി ഉണർത്തണം. എന്തുണർത്തണം? എത്രമാത്രം ആത്മശക്തി ഉണ്ടോ നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ വേണ്ടാത്ത ചിന്തകളെ ഇഗ്നോർ ചെയ്യാനുള്ള, അതിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള,
അതിനെ നിങ്ങൾക്ക് ഇറേസ് ചെയ്യാനുള്ള, അതിനെ നിങ്ങൾക്ക് നെവർ മൈൻഡ് ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ടാവും. അതുപോലെ നമ്മളിൽ ആത്മബോധം ഉറയ്ക്കും തോറും ഏത് മന്ത്രമാണോ നിങ്ങൾ ചൊല്ലുന്ന മനസ്സ് അവിടെ തന്നെ കിടക്കും, വേറൊന്നിനും പോകില്ല. ആലോചിച്ച് നോക്കൂ, മനസ്സ് പിന്നെ ഇങ്ങോട്ട് ഓടില്ല. ഒരാനയെ തളച്ചതുപോലെ മനസ്സ് അവിടെ കിടക്കും. അത് തന്നെ ഒരു ആനന്ദം, അത് തന്നെ ഒരു സുഖം, അത് തന്നെ ഒരു ലയം. നാരായണീയം പഠിച്ചവരാണല്ലോ കുറേ പേര്, അല്ലേ അല്ലേ? ത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. എത്ര മനോഹരമായിട്ടാണ് ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സ് അങ്ങയിൽ നിന്നും ഒരിക്കലും വിട്ടുപോകുന്നില്ല. കാരണം സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. എത്ര മനോഹരമായ വരികളൊക്കെയാണ് നാരായണീയത്തിൽ. നമ്രാണം സന്നിധത്തെ സതതമപി പുരസ്ഥൈനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനദസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപലപ്പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ശക്രവാടീ ധ്രുവമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. സ്തംഭ്രാണം സന്നിധത്തെ സതതമഭി പുരസ്ഥൈ അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത് ഉള്ളിലുണ്ട്, ഈ പരമാനന്ദ ഗതി. എന്നിട്ടോ നിശേഷലഭ്യോ, ഇത് നിശേഷം കിട്ടുന്നുണ്ട്, ഉള്ളിൽ കിട്ടാനുണ്ട്. പക്ഷേ പാരിജാതോ ഹരിത്വം, പാരിജാതം ഉള്ളിൽ സ്വരൂപമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തും തരാൻ കഴിയുന്നൊരു ബോധമുണ്ട്. പക്ഷേ ക്ഷുദ്രം തം ചക്രവാടീ ധൃതമഭിലഷി വ്യർത്ഥമത്തിവ്രജോയം. ജീവിതം തുച്ഛമായ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച് തീർക്കുകയാണല്ലോ ദൈവമേ ഞാൻ എന്ന് ഭട്ടതിരിപ്പാട് നമ്മളോടൊക്കെ പറയുകയാണ്. അതുകൊണ്ട് 7 ദിവസം എന്തിനാ സപ്താഹം കേൾക്കുന്നത്? ഇത് നിങ്ങളിനി പറഞ്ഞിട്ടേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. കാരണം എനിക്കിത് കേൾക്കണം നിങ്ങളിൽ നിന്ന്. എന്തിനാ സപ്താഹം കേൾക്കുന്നത്? ഉച്ചയ്ക്ക് പ്രസാദമുണ്ട്, വൈകുന്നേരം ചായയും വടയുണ്ട്. അതിനല്ല നിങ്ങൾ വന്നത് എനിക്കറിയാം. അതിനാണോ? അല്ല. എന്തിനാണ് സപ്താഹം കേൾക്കുന്നത്? അകക്കണ്ണ് തുറക്കണം, ആത്മശക്തി നേടണം, ആത്മബോധത്താൽ നാമജപങ്ങളിൽ മുഴുകിച്ചേരണം. വേണോ വേണ്ടേ? വേണോ? 7 ദിവസം കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചാൽ ജീവിതത്തിനൊരർത്ഥമില്ലേ? ജീവിതത്തിനൊരു മഹത്വമില്ലേ? ഉണ്ടോ? ജീവിതത്തിനൊരു സൗന്ദര്യമില്ലേ? വേണോ വേണ്ടയോ? ഈ തരത്തിലൊരു മാനസിക വികാസം, മാനസിക പരിവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ട്.